ഹായ് ഗൈസ്, നമ്മുടെ 360 ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുക്കത്തിലൂടെ ഒരു യാത്ര ചെയ്യാണ്. മുക്കം പട്ടണത്തിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഞാൻ ഇവിടെ ക്യാമറ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്കം നമുക്ക് ക്യാമറ ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ജേണി. നമ്മൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മുക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ചാലിയാറിൻ്റെ തീരത്ത് മനോഹരമായ ഒരു പ്രദേശമാണ് മുക്കം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരു പണ്ടൊക്കെ പറയായിരുന്നു മുക്കം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വാണിജ്യ ഹബ്ബായിട്ടാണ് കാണുന്നത്. വാണിജ്യ ഹബ്ബ്. എനിക്ക് മുക്കുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സൈക്കോളജിയുടെ കോഴ്സ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ മുക്കം വഴി കടന്നു പോയിട്ടുണ്ട്. ആ ഒരു മനോഹരമായ അനുഭവമായിരുന്നു. ഇവിടുന്ന് പല കാര്യങ്ങളൊക്കെ വാങ്ങി. മുക്കത്തുകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ധൈര്യത്തിൻ്റെ ആൾക്കാരായിട്ടാണ് കാണാം. ധൈര്യം ഭയങ്കര പേരാണ് മുക്കത്തേരെ. ഇപ്പോൾ നമ്മളൊരു ഹർത്താലൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ നിന്നൊരു പ്രശ്നം കണ്ടാവില്ല. മുക്കത്ത് എന്തായാലും ഒരു ഹർത്താൽ ദിവസങ്ങളൊക്കെ വളരെ സജീവമായിട്ട് കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. പൊതുവെ ഒരു ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ് മുക്കത്താണ് പൊതുവെ, പണ്ടേ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും താമരശ്ശേരിക്ക് ഇനി 15 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ചാലിയാർ പുഴ. ഇവിടെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട മൊയ്തീൻ അല്ലേ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് മുക്കത്തെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മനോഹരമായൊരു പാർക്കുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇറങ്ങിയിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു തിരക്ക് പിടിച്ചൊരു വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണല്ലോ, അപ്പോൾ അത്രേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ഒരു കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്. ഇവിടെ നമ്മൾ മുക്കം വഴിയൊക്കെ കടന്നു പോകുന്നവർക്ക് ഇവിടെ ഒന്ന് പാർക്ക് കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ നടന്നു പോവാം. അവിടെ ഒരു മുക്കം മാള് ഭയങ്കര പേരിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുക്കത്തൂടെ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് ചായയൊക്കെ കുടിക്കാറുണ്ട്. ഈ ജൈക്ക വേക്സ്, ഇവിടെ വേറൊരു ഫേമസ് ഉണ്ട് ദ സ്റ്റാർ. ഇതൊക്കെ ഭയങ്കര പേര് കേട്ട സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിവിടെ ഒരു വണ്ടി പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ 360 ക്യാമറ എങ്ങനെയാണ് എന്നുള്ളത്, കാരണം ഇനി അങ്ങോട്ട് 360ൻ്റെ ഒരു സമയമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ബ്ലോഗിങ്ങൊക്കെ 360ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ ഒരു 360 വഴി ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ മൊയ്തീന് ഭയങ്കര എൻ്റെ വാപ്പിച്ചി ഇവിടെയാണ് പണ്ട് TTC കഴിഞ്ഞത്. വാപ്പിച്ചിയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഈ മുക്കുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. ഇപ്പോൾ പലപ്പോഴും മുക്കത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വാപ്പിച്ചിയൊക്കെ പറയും അന്ന് മൊയ്തീനെയൊക്കെ പരിചയമുണ്ടെന്നാണ് വാപ്പിച്ചി പറഞ്ഞത് അന്നത്തെ കാലത്ത്. ഇവിടെ മലബാർ ഗോൾഡ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും മലബാർ ഗോൾഡ് ഉണ്ട്. ഇവിടെ മുക്കത്തും ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു ചർച്ച് ഉണ്ട്, നല്ല ഫേമസ് ആണ് ഇവിടുത്തെ എല്ലാ വർഷവും ഇവിടെ അല്ല ചർച്ച്, കുറച്ച് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെയാണെന്ന് തോന്നുന്നത് ചർച്ച്. കണ്ടില്ലേ ചർച്ച്, മനോഹരമായൊരു ചർച്ച്, പാരമ്പര്യമൊക്കെ ഊട്ടി നിൽക്കുന്ന ഒരു ചർച്ചാണത്. പിന്നെ ഇവിടെ ഒരു യത്തീംഖാനുണ്ട്, മുക്കം യത്തീംഖാന എന്ന് പറയും, ഭയങ്കര പേരിട്ടാണ്. ഉണ്ടായല്ല, അത് കുറച്ച് അങ്ങോട്ടാണ്. നമ്മൾ താമരശ്ശേരിക്ക് പോകുന്ന ഈ റൂട്ട് മാത്രം ജസ്റ്റ് യാത്രയിൽ ഒന്ന് കവർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ടെക്നോളജിയും എല്ലാം എന്ന് പറയാം. പിന്നെ മുക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വർഷവും മുക്കത്ത് ഇവിടെ ഒരു മുക്കം ഫെസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് നമ്മൾ EMS ഹോസ്പിറ്റലിൽ സർക്കം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒക്കെ എനിക്ക് പോകേണ്ടി വരാറുണ്ട്. എൻ്റെ പേരവിടെ ഉണ്ട്, പക്ഷെ അവിടെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബുക്കിംഗ് വരാറുള്ളൂ, അധികം വരാറില്ല. ഓക്കെ, എന്നാലും ഞാനിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്നിപ്പം ഞാൻ സർക്കം ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ചിലപ്പം വരികയാണെങ്കിൽ മുക്കത്ത് കയറിയിട്ട് EMSൽ ബുക്കിംഗ് വരികയാണെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെറിയൊരു കുഞ്ഞു പാലം കവർ ചെയ്യുന്നുണ്ട്.
ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ വെക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ഇങ്ങനെ വെക്കുന്ന സ്ഥലങ്ങൾ, ടീ കാർട്ടുണ്ട്. ആണ് ഇവിടുത്തെ അഗസ്ത്യമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. അഗസ്ത്യമൊഴി. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ KMCT മെഡിക്കൽ കോളേജ് ഇങ്ങനത്തെ ഒക്കെ ഉള്ളത്, നമ്മൾ ഓപ്പൺ ക്ലിനിക്ക് എന്ന് വിളിക്കുന്നത്. ഹലോ, ഞാൻ 10 മണിക്ക് എത്തുമോ അവര്? ഞാൻ മുക്കത്തെത്തിക്ക്. ഹലോ, 10:30 10:15 എത്തിക്കോളാം പറ. ഞാൻ ഇവിടെ എത്തിക്ക് മുക്കത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കം ചെയ്യാൻ്റെ ബുക്കിങ്ങിനുള്ള പേഷ്യൻ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എത്താൻ പറയണം. നമ്മൾ നേരത്തെയാണ് വണ്ടി എത്തിക്കൊണ്ട് ഓക്കെ. അഗസ്ത്യമൊഴി വരെ പോരാ നമുക്ക്. ഇനി മുക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ. നമ്മളിപ്പോൾ ഈ മെയിൻ റോഡിലൂടെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ്. ഇതൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു വഴികളാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ ടാസ്ക് ഇട്ടതാണ്. മുക്കത്തെത്തുമ്പോൾ ഒന്ന് 360 ക്യാമറ വെച്ചിട്ട് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യണം. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത ഓമശ്ശേരിയാണ്, അത് കഴിഞ്ഞ് പൂനൂരാണ്. ഏതായാലും ഇവിടെ മുക്കം എന്ന് പറയുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു KFC ഇതിപ്പോൾ തുടങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ. മുക്കത്തെ KFC ഇതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുക്കത്ത് നല്ല പേര് കേട്ടൊരു ഹോസ്പിറ്റലാണ് ഇവിടെ, ഈ അഗസ്ത്യമൊഴിയിൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്നാണ് പറയാൻ തോന്നുന്നത്. ഇവിടെ ഞാൻ വന്നിട്ടില്ല. ഇവിടെ ഒരിക്കലെങ്ങാനും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്ന ഓർമ്മയുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ക്ലിനിക്കൽ കാർഡിയോളജി അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിന് കുറച്ച് ഡോക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മുക്കം ഇവിടെ എക്സ്പ്ലോറേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.